السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. ولو أنا إذا متنا تركنا لكان الموت راحة كل حي، ولكننا إذا متنا بعثنا فنسأل بعيده عن كل حي. വേദിയിൽ ഉപവിഷ്ടരായ പ്രഗൽഭ വ്യക്തിത്വങ്ങളെ, ഏറ്റവും ബഹുമാനം നിറഞ്ഞ കാരണവന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം ഏവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. എന്റെ വിഷയത്തിലേക്ക് ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം ആമുഖമെന്നോടും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. ഈ ക്യാമ്പിലെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഫസ്റ്റ് സെക്ഷനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, ബിരിയാണിയാണ് കഴിച്ചത് എന്നുള്ളത് കൊണ്ടും ഉറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വ്യക്തമായ ഒരു ശ്രദ്ധയോടുകൂടെ ക്ലാസ് ശ്രദ്ധിക്കണമേ എന്ന് ഉണർത്തിക്കുകയാണ്. പ്രിയമുള്ളവരെ, ശിർക്ക് സംഭവിക്കുന്ന വഴികളെ സംബന്ധിച്ചാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ള വിഷയം തന്നെ. നമുക്കറിയാം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ
പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടിരുന്ന ആളുകളായിരുന്നത് കൊണ്ട് തന്നെ ശിർക്ക് എന്താണ് എന്നും തൗഹീദ് എന്താണെന്നും കേരളത്തിൽ അതിലൂന്നി പ്രബോധനം ചെയ്യാൻ ശ്രദ്ധ ചെലുത്തിയിരുന്ന ആളുകളാണ് നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ ആ ശിർക്കിന്റെ ഗൗരവം, അതുപോലെ തന്നെ തൗഹീദിന്റെ പ്രാധാന്യവും നമുക്ക് ഒരുപാട് ക്ലാസുകളിൽ നിന്ന് കേട്ട് പരിചയമുണ്ട്. പക്ഷെ നമുക്കറിയാം, കേരളത്തിന്റെ എല്ലാ കവലകളിലും നിലക്കാതെ തൗഹീദിന്റെ പ്രബോധനവുമായി ഇനിയും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. വീണ്ടും വീണ്ടും നമുക്ക് പറയാറുള്ളത് ഈ ആദർശം തന്നെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നടത്താറുള്ള പ്രഭാഷണങ്ങളിൽ തൗഹീദും ആഖിറത്തും റിസാലത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കവർ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. തൗഹീദിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇസ്ലാമിന്റെ എല്ലാ ആചാര അനുഷ്ഠാന മേഖലകളിലും എവിടെ പരിശോധിച്ചാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ തൗഹീദല്ലാതെ മറ്റൊന്നും നമുക്കവിടെ കാണാൻ സാധ്യമല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഇബാദത്തുകൾ, അതിന്റെ ആരാധനയുടെ പ്രത്യേകതകൾ, ആ ആരാധനയുടെ മേഖലകളിൽ മനുഷ്യർ കടന്നു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശമല്ലാതെ മറ്റൊന്നും കാണാൻ സാധിക്കില്ല. അതെങ്ങനെ? ഉദാഹരണം നമ്മൾ നോക്കിക്കോ. നമ്മളെല്ലാവരും വിത്ര നമസ്കരിക്കുന്ന ആളുകളാണ്. ആ വിത്ര നമസ്കാരത്തിന്റെ ഹിക്മത്ത് എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്ര നമസ്കരിക്കാനുള്ള ആഹ്വാനം നൽകുമ്പോൾ ആ ഹദീസ് നമുക്കിങ്ങനെ വായിച്ചെടുക്കാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര ഫഔതിറു യാ അഹ്ലൽ ഖുർആൻ. ഇന്നല്ലാഹ വിത്റുൻ, അല്ലാഹു ഒറ്റയാണ്. യുഹിബ്ബുൽ വിത്ര, ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഫഔതിറു യാ അഹ്ലൽ ഖുർആൻ, അതുകൊണ്ട് ഖുർആനിന്റെ അനുയായികളെ, നിങ്ങളുടെ രാത്രി നമസ്കാരം നിങ്ങൾ ഒറ്റയായ റക്അത്ത് കൊണ്ട് അവസാനിപ്പിക്കണ്ടേ. അല്ലാഹു ഒറ്റയാണ്, ഒറ്റയെ അവൻ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് നിങ്ങളുടെ രാത്രി നമസ്കാരം ഒറ്റയായ റക്അത്തിൽ നിങ്ങൾ അവസാനിപ്പിക്കണം. ആ ഒറ്റയായ റക്അത്തിൽ നീ ഓതേണ്ട സൂറത്തേതാ? അതേതാ? നിഷ്കളങ്കമായ ഏകദൈവാരാധനയുടെ പ്രൗഢമായ പ്രഖ്യാപനമാണ് സൂറത്ത് ഇഖ്ലാസ് എങ്കിൽ ആ സൂറത്ത് ഇഖ്ലാസ് ആണ് അതിന്റെ ഒറ്റയായ റക്അത്തിൽ നീ ഓതേണ്ടത്. കണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രാധാന്യങ്ങൾ ഏതൊരു ഇബാദത്ത് എടുത്താലും നോക്ക്. ബാങ്ക് കൊടുത്തു കഴിയുമ്പോൾ വിശ്വാസികളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആരോട്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയപ്പെട്ട ബാങ്കായതുകൊണ്ട് നബിയോട് പ്രാർത്ഥിക്കാനല്ലല്ലോ. അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നബിയോട് തേടാനല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ പ്രവാചകന്റെ പേരിൽ വഅദ് സംഘടിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? മദ്ഹുർ റസൂലാണ് പറയുന്നതെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആ പ്രഭാഷണത്തിന്റെ സമാപനത്തിൽ ദുആ നടത്തും. എന്താ പറയാ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേര് പറയപ്പെട്ട സദസ്സായതുകൊണ്ട് പുന്നാര നബിയെ, ഞങ്ങളുടെ കൈകളെ അങ്ങ് തട്ടല്ല നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകനോട് അങ്ങനെ തേടുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്ക്, ഇസ്ലാമിന്റെ ആചാരങ്ങളുടെ പ്രത്യേകത ഇതാണ്. ആ ബാങ്ക് കഴിഞ്ഞാൽ വിശ്വാസികളോട് പറയുന്നു, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീല. അല്ലാഹുവേ, ഈ പരിപൂർണമായ വിളിയുടെ നാഥ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉന്നതമായ സ്ഥാനം നീ കൊടുക്കണേ. ആരോട്? അല്ലാഹുവിനോട്. ആർക്ക് വേണ്ടി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി. എന്തിനാ? ബാങ്ക് കഴിഞ്ഞാൽ മാത്രമല്ലല്ലോ വിശ്വാസികളോട് സ്വലാത്ത് ചൊല്ലാനുള്ള ആഹ്വാനം നൽകിയപ്പോ അപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആഹ്വാനം നൽകിയ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. വിശ്വാസികളായ ആളുകളെ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി നിങ്ങൾ സ്വലാത്തും സ്വലാമും ചൊല്ലണം. ആ സ്വലാത്തിന്റെ പ്രത്യേകത എന്താ? ആ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെട്ട സ്വലാത്തിൽ അള്ളാഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പറയാൻ, നബിയോട് തേടാനല്ല. അതിന്റെ ഹിക്മത്ത് അവിടെയും നമ്മൾ പരിശോധിക്കാം. മുമ്പ് കടന്നു വന്ന സമൂഹത്തിലെ പ്രവാചകന്മാർ, സാധാരണ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം സമൂഹത്തോട് പറഞ്ഞ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നു.
ഇന്ന് ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ള ബൈബിളിൽ പോലും പിലാത്തോസിന്റെ പടയാളികളുടെ ഏറുകൊണ്ട് കുരിശിന്റെ ഒരു വെളിപാടകലെ യേശുക്രിസ്തു മുട്ടുകുത്തി വീഴുമ്പോ, കർത്താവേ കർത്താവേ നീ എന്നെ കൈവിടുന്നതെന്തേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ഏത് പാനപാത്രം, കുരിശാകുന്ന പാനപാത്രം എന്നിൽ നിന്ന് ഉയർത്തിയാലും ഏലി ഏലി ലമ്മാ സബത്താനി എലോഹിം എലോഹിം ലമ്മാ സബത്താനി എന്ന് ഈസാ അലൈഹിസ്സലാം ആരോട് പ്രാർത്ഥിച്ചു? സ്വന്തമായ ഒരു ആരാധനയല്ല, ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. സാത്താനിന്റെ പ്രയാസമുണ്ടാകുമ്പോ സാത്താനെ നീ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ചു നമിച്ചു ജീവിക്കണമെന്ന് എഴുതപ്പെട്ടിട്ടില്ലേന്ന്. അപ്പൊ ഇങ്ങനെ പറയുന്ന ആരാധനകളുടെ മേഖലകളിലെല്ലാം ഈസാ അലൈഹിസ്സലാം പഠിപ്പിച്ചത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെയാ. പക്ഷെ എന്തുണ്ടായി? ഈസാ അലൈഹിസ്സലാമിന്റെ കാലശേഷം ക്രിസ്ത്യാനികൾ ഈസാ നബിയെ ആരാധിക്കാൻ തുടങ്ങി. മൂസ അലൈഹിസ്സലാമിന്റെ കാലശേഷം മൂസാ നബിയെ ആരാധിക്കപ്പെടാൻ തുടങ്ങി. എന്നാൽ വിശ്വാസികളോട് അള്ളാഹുവിന്റെ കൽപ്പന സ്വലാത്തിലൂടെ നൽകുമ്പോ, യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ, വിശ്വാസികളായ ആളുകളോട് അള്ളാഹുവിന്റെ പ്രവാചകന് വേണ്ടി സ്വലാത്തും സലാമും ചെല്ലാനുള്ള കൽപ്പന നൽകിയപ്പോ ആ നബിയോട് തേടാനല്ല, ആ നബിക്ക് വേണ്ടി അള്ളാഹുവിനോട് പറഞ്ഞോ. എന്റെ പൂർവിക സമൂഹത്തിനുണ്ടായ അബദ്ധം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനുണ്ടാവാൻ പാടില്ല. അപ്പൊ ഇസ്ലാം പറയുന്ന എല്ലാ മേഖലകളിലും നമുക്ക് തൗഹീദാണ്. പക്ഷെ എന്താ, നമ്മുടെ ഉമ്മത്തിൽ പല രീതികളിലൂടെ ശിർക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൽ ശിർക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ള കാരണം എന്താണ്? നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കും. പ്രത്യേകിച്ച് ഈ ശബ്ദം ശ്രവിക്കുന്നവർ കൂടുതലും സദസ്സിലുള്ളവർ സലഫുകളായതുകൊണ്ട് ശിർക്ക് ഉമ്മത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ ലാഘവത്തോടുകൂടെ ശിർക്ക് നിങ്ങളിലേക്ക് സംഭവിച്ചേക്കാം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതിൽ നമ്മളൊക്കെ സൂക്ഷിക്കേണ്ട ഒരു മേഖല ഏത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ താഴെത്തട്ട് നമ്മളെ പഠിപ്പിച്ചു തരാം. സ്വഹാബാക്കളോട് പ്രവാചകൻ പറഞ്ഞു, ഇയാക്കും ശിർക്കുൽ അസ്ഗറാ, ഏറ്റവും ചെറിയതായ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ, ഏറ്റവും ചെറിയതായ ശിർക്കിനെ നിങ്ങൾ സൂക്ഷിക്കണേ. അവിടുന്ന് സ്വഹാബാക്കൾ പ്രവാചകനോട് ചോദിക്കുന്നു, വമശ്ശിർക്കുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ ഏതാണ് ഏറ്റവും ചെറിയതായ ശിർക്കെന്ന് ചോദിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു, അർരിയാ, ലോകമാന്യതയാണ്. ജനങ്ങൾ കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുമ്പോ അതുപോലും ശിർക്കിന്റെ ഏറ്റവും താഴെത്തട്ടാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതുപോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ, ശിർക്കിന്റെ താഴെത്തട്ട് പോലും ഉണ്ടാകരുത്. അതായത് ലോകമാന്യത. നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ഇബാദത്തുകളുടെ പ്രത്യേകത എന്താ? മുഖ്ലിസീന ലഹുദ്ദീൻ. പലപ്പോഴും നമ്മൾ ഓതാറുള്ള ഒരായത്തല്ലേ, ഒരുപാട് തവണ വായിക്കാറുള്ളതാണ്. എന്താ? അള്ളാഹുവിന് മാത്രം നിഷ്കളങ്കമായി കൊണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ലോകമാന്യത സംഭവിച്ചു പോയാൽ ശിർക്കിന്റെ താഴെത്തട്ടാണ് എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാൻ. അതുകൊണ്ട് നരകത്ത് പോവാൻ സാധ്യതയുണ്ട്. ശിർക്കിന്റെ താഴെത്തട്ടാണെന്ന് പഠിപ്പിച്ച പ്രവാചകൻ. അത് എത്രത്തോളം എന്താ പ്രിയമുള്ളവർ അതിന്റെ സ്ഥാനം നോക്ക്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരാൾ നമസ്കരിച്ചാൽ ലോകമാന്യത എങ്ങനെ ശിർക്കാവുന്നു, ശിർക്കിന്റെ താഴെത്തട്ടായി മാറുന്നത് എങ്ങനെ? ഇപ്പൊ നിങ്ങൾ നോക്ക്, ഞാൻ നമസ്കരിക്കുകയാണ്. എന്റെ മനസ്സിലെ ചിന്ത എന്താ? ഞാൻ നമസ്കരിക്കുന്ന അല്ലാഹുവിന് വേണ്ടി എന്നല്ല. ഇവിടെ കൂടിയ ആളുകളൊക്കെ വിചാരിക്കണം ഞാൻ നല്ല മധുര ശബ്ദത്തിൽ ഖുർആൻ ഓതി നമസ്കരിക്കാൻ അറിയുന്ന ആളാണ് എന്ന ചിന്ത എന്റെ മനസ്സിൽ വന്നാൽ നമസ്കാരം എന്ന് പറയുന്ന ഇബാദത്ത് അള്ളാഹുവിന് കൊടുക്കാനുള്ളതാണ്. ആ ഇബാദത്തിൽ ഞാൻ നിങ്ങളെ കൂടെ ഉദ്ദേശിച്ചു എന്നുള്ളത് കൊണ്ട് അത് ശിർക്കിന്റെ താഴെത്തട്ടായി മാറുന്നു. അള്ളാഹുവിനോടുള്ള ആരാധനയിൽ ലോകമാന്യത കൊണ്ട് മറ്റുള്ളവരെ ഉദ്ദേശിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ശിർക്കിന്റെ താഴെത്തട്ടാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ശിർക്കുൽ അസ്ഗർ, നിങ്ങൾ അതിനെ സൂക്ഷിക്കണം. ഇത് മുസ്നദ് അഹ്മദിൽ ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ സല്ലാ യുറാഇ ഫഖദ് അശ്റക വമൻ തസദ്ദഖ യുറാഇ ഫഖദ് അശ്റക
മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആര് നമസ്കരിച്ചോ അവൻ ശിർക്ക് ചെയ്തു പോയിരിക്കുന്നു. വമൻ തസദ്ദഖ യുറാഇ ഫഖദ അശ്റക, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആര് സദഖ ചെയ്തു പോയോ അവനും ശിർക്കാണ് ചെയ്തു പോയിരിക്കുന്നത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കരിക്കുമ്പോൾ ശിർക്കാണെന്ന് പ്രിയമുള്ളവരെ, അത് എത്രത്തോളം അതിന്റെ ശിക്ഷയെന്നറിയോ? നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഈ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിന്റെ പ്രത്യേകത കേരളത്തിലെ സുന്നി ജമാഅത്ത് ഭേദമന്യേ എത്തിക്കുന്നതായി കാണാ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ കോടതിയിലൂടെ 3 ആളുകളെ കൊണ്ടുവരികയാണ്. ആ 3 ആളുകളെ കൊണ്ടുവരുമ്പോ അല്ലാഹു അവരോട് വിചാരണ ചെയ്യുന്നു. ഒരു മനുഷ്യനോട് ചോദിക്കുന്നു, നീ എന്താണ് അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ ചെലവഴിച്ചത്, നീ എന്താണ് അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യൻ പറയുന്നു, എന്റെ ആയുസ് പോലും യുദ്ധത്തിന്റെ മാർഗത്തിലൂടെ നിനക്ക് വേണ്ടി അർപ്പിച്ചവനാണ് അല്ലാഹു തആല മലക്കുകളോട് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ഈ മനുഷ്യനെ നരകത്തിലേക്ക് എറിഞ്ഞോ, ഈ മനുഷ്യനെ നരകത്തിലേക്ക് എറിഞ്ഞോ. കാരണം എന്താണെന്നറിയോ? അവൻ യുദ്ധം ചെയ്തത് അല്ലാഹുവിന്റെ മാർഗത്തിലല്ല, അവൻ വലിയ ധീരനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാ. എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട വിഷയം എന്താണെന്നറിയോ? അവൻ യുദ്ധം ചെയ്തത് മുസ്ലിമീങ്ങളുടെ ഭാഗത്തു നിന്നാണ്. ശത്രുക്കൾക്കെതിരെയാണ് അവൻ യുദ്ധം ചെയ്തത്. മുസ്ലിമീങ്ങളെ ഒറ്റുകൊടുത്തിട്ടില്ല. മുസ്ലിങ്ങൾക്ക് അവൻ കൊണ്ടൊരു അപാകതയുണ്ടായിട്ടില്ല. പക്ഷേ അവന്റെ മനസ്സിന്റെ നീയത്തങ്ങ് മാറിപ്പോയപ്പോ അല്ലാഹുവിന്റെ പ്രീതിക്ക് പകരം ജനങ്ങളുടെ ധീരത, ജനങ്ങൾക്കിടയിൽ ധീരനാണെന്ന ചിന്തയാ അവൻ ആഗ്രഹിച്ചത് എന്നുള്ളത് കൊണ്ട് അല്ലാഹു മലക്കുകളോട് പറയൂലേ, ഈ മനുഷ്യനെ നിങ്ങളെ നരകത്തിലേക്ക് എറിഞ്ഞോ. ഇനിയോ 2ാമത്തെ മനുഷ്യനെ കൊണ്ടുവരികയാണ്. ആ മനുഷ്യനും അല്ലാഹുവിനോട് പറയുന്നു, നാഥാ, നിന്റെ മാർഗത്തിൽ ഒരുപാട് സദഖ ചെയ്തവനാണ് അല്ലാഹു പറയുന്നു, ഈ മനുഷ്യനെയും നിങ്ങൾ നരകത്തിലെറിഞ്ഞോ. കാരണം ഇവൻ സദഖ ചെയ്തത് ഇവൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാ. വലിയ ധർമ്മിഷ്ഠനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ ആലോചിച്ചു നോക്ക് പ്രിയമുള്ളവരെ, ഇവൻ ജോലി ചെയ്ത് ഇവന്റെ വിയർപ്പിന്റെ അംശമായ സമ്പാദ്യം മറ്റൊരാൾക്ക് വെറുതെ കൊടുത്തതാ. തിരിച്ചൊന്നും അവൻ വാങ്ങിയിട്ടില്ല, വെറുതെ കൊടുത്തതാ. പക്ഷേ മനസ്സിന്റെ നിയ്യത്ത് മാറിപ്പോയി. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിക്കേണ്ടുന്നതിന് പകരം ജനങ്ങളുടെ പ്രീതി കാംക്ഷിച്ചപ്പോ ലോകമാന്യത സംഭവിച്ചതിന്റെ പേരിൽ അവനെ നരകത്തിലേക്ക് എറിയാം. ഇനി 3ാമത്തെ മനുഷ്യനോ? ആ 3ാമത്തെ മനുഷ്യൻ പറയുന്നു, നാഥാ, നിന്റെ മാർഗത്തിൽ ഒരുപാട് അറിവിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നിന്റെ മാർഗത്തിൽ ഞാൻ ഇൽമിനെ പഠിപ്പിച്ചു കൊടുത്തവനാണ്. അല്ലാഹു മലക്കുകളോട് പറയുന്ന, ഈ മനുഷ്യനെയും നിങ്ങൾ നരകത്തിലെറിഞ്ഞോ. കാരണം അവൻ ഇൽമ പഠിപ്പിച്ചു കൊടുത്തത് അവൻ വലിയ പണ്ഡിതനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാ. അവൻ വലിയ പണ്ഡിതനാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാ. അതെത്രത്തോളം ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കാം. എന്റെ മനസ്സിന്റെ നിയത്തെന്താ? ഞാൻ ഈ ഉദ്ധരിക്കുന്ന പ്രമാണങ്ങളിലെ വിഷയം നിങ്ങൾ ഉൾക്കൊള്ളണം, നിങ്ങളത് സ്വീകരിക്കണം എന്നതല്ലാതെ എന്റെ മനസ്സിൽ വരും നിങ്ങളൊക്കെ വിചാരിക്കണം, വന്ന മൗലവി കുഴപ്പമില്ല കേട്ടോ, അയാൾക്ക് നല്ല ഹദീസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം, ഖുർആനൊക്കെ അറിയാം എന്ന് വരുത്തി തീർക്കാനാണ് എന്റെ ഉദ്ദേശമെങ്കിൽ നാളെ ഇരിക്കുന്ന നിങ്ങൾ സാക്ഷി. എന്റെ ഇരുകാലുകൾ വലിച്ചുകൊണ്ട് നരകത്തിലേക്ക് എറിയുന്നതിന് നിങ്ങളായിരിക്കും സാക്ഷി എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് നാം പഠിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, അതിന്റെ ഗൗരവം എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ, അതുകൊണ്ട് ലോകമാനതയുടെ തച്ചും തരിമ്പ പോലും അല്ലേ എന്തൊക്കെ കാര്യം പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവൻ കൊടുത്തവന്റെ സ്ഥാനം എന്താ? ആകാശലോകത്ത് സ്വർഗീയ ആരാമത്തിൽ ഹരിതപറവകൾക്കുള്ളിൽ അവരുടെ ആത്മാവുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാറിക്കളിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന് തഫ്സീർ ജലാലൈനിൽ പോലും വ്യാഖ്യാനം കൊടുക്കുകയാണ്.
നോക്ക്, ഈ ആയത്തിനെ നമ്മുടെ നിലയിൽ തെറ്റിദ്ധരിപ്പിച്ചത് ഔലിയാക്കൾ ജീവിച്ചിരിപ്പുണ്ട്, അവർ നമ്മുടെ വിഷയങ്ങളൊക്കെ അറിയുന്നുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിച്ച ഈ ആയത്തിന്റെ വ്യാഖ്യാനം ഉണ്ടല്ലോ, അവരുടെ ആത്മാക്കൾ ഹൃദയപറവകൾക്കുള്ളിലായി സ്വർഗീയ ആരാമത്തിൽ വിഹരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ ഒന്നാലോചിച്ചു. ആ സ്ഥാനമുള്ള ഷഹീദിനെ ജനങ്ങളുടെ പ്രീതി ഉദ്ദേശിക്കാൻ വേണ്ടി ചെയ്താൽ അവരെ നരകത്തിലേക്ക് എറിയുമെന്ന് പറയുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ശിർക്ക് വരുന്ന ആ മാർഗം കരുതിയിരിക്കണം. പിന്നെ അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമുക്കിടയിലെല്ലാം ഒരു കറന്റ് ഇഷ്യൂ പോലെ നിൽക്കപ്പെടുന്ന ഒരു വിഷയം, എങ്ങനെ നമ്മളൊരു ശിർക്ക് ചെയ്യുന്നവന്റെ സ്ഥാനത്തെത്താം, എങ്ങനെ ഒരാൾ ഒരു മുശ്രിക്കിന്റെ ദർജയിലെത്തും. ശിർക്കില്ലാത്ത ഒരാൾ ശിർക്കെന്ന് വിളിച്ചാൽ, ശിർക്കില്ലാത്ത ഒരാളുടെ നേരെ ശിർക്ക് ആരോപിച്ചാൽ, അവന്റെ മേലെ കുഫറോ ശിർക്കോ ആരോപിക്കുന്നുവെങ്കിൽ, അവൻ അങ്ങനെയല്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അത് മടക്കിയിട്ടല്ലാതെ ഇല്ലെന്ന എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരാളെ പച്ചയായ ഒരു മനുഷ്യനെ മുശ്രിക്കെന്ന് വിളിച്ചാൽ അവൻ മുശ്രിക്കല്ലെങ്കിൽ അത് പറഞ്ഞവരിലേക്ക് മടങ്ങുമെന്നുള്ളതാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വിവാദമുണ്ടായ പശ്ചാത്തലങ്ങളിലൂടെ അല്ലേ, എത്രത്തോളം നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ സലാം പറഞ്ഞാൽ നമുക്കിടയിൽ അത് വേണോ എന്ന് പറയുന്ന ആളുകളുണ്ട്, നമുക്കിടയിൽ അത് വേണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. എന്തിനാ സമസ്തയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, അവിടെ തന്നെ നിന്നാ പോരെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. വേണമെങ്കിൽ ഷഹാദത്ത് കലിമ ചൊല്ലി മടങ്ങിക്കോ എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്താ ഇവർക്ക് പറ്റിയത്? ചിലർ നിഗൂഢമായി ചെയ്ത പ്ലാനിങ്ങുകളല്ലാതെ, അതല്ലെങ്കിലോ മറ്റു ചിലരുടെ കുപ്രചരണങ്ങളിൽ കുടുങ്ങിയതല്ലാതെ വ്യക്തമായി കണ്ടും കേട്ടും മനസ്സിലാക്കിയും ഇവർക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ഭൗതികമെന്നും അഭൗതികമെന്നും പറഞ്ഞ് ഭൗതികമായ നേട്ടത്തിന് നടക്കുന്ന ആളുകൾ ഭൗതികത്തിന്റെ നിർവചനത്തിൽ അവർ വെച്ച പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ഇവർ തന്നെ പറയുന്ന രീതിയിൽ ശിർക്ക് ചെയ്തവരാര് എന്ന് നമ്മൾ ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം കണ്ടോ കേട്ടോ അറിഞ്ഞോ മനസ്സിലാക്കിയിട്ടില്ല. എന്നിട്ടാണ് ഈ ആരോപണങ്ങൾ നടത്തുന്നതെങ്കിൽ അവിടെ ഇതാ മുശ്രിക്കില്ലാത്തവന്റെ നേരെ ആ ശിർക്ക് നിങ്ങൾ ആരോപിക്കുന്നുവെങ്കിൽ അത് പറഞ്ഞവരിലേക്ക് മടങ്ങുമെന്നാൽ എന്റെ പ്രിയമുള്ളവരെ, കാരണം ആരോപിക്കപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം 100% നമ്മൾ വിശ്വസിക്കുന്നു, ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ജിന്നുമായിട്ടുള്ള യാതൊരു ബന്ധവും ഒരു മനുഷ്യന് പാടില്ല എന്ന് പഠിപ്പിച്ചവരാണ് സലഫുകൾ. അങ്ങനെയുള്ള നമുക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ടാണ് ഇവർ മുശ്രിക്കുകൾ എന്ന് പറയുന്നതെങ്കിൽ പറഞ്ഞവരിലേക്ക് മടങ്ങുമെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ശിർക്കാരോപിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തന്റെ സഹോദരന്റെ മേലെ അവൻ ശിർക്കാരോപിക്കുന്നുവെങ്കിലോ അവനെ കൊല്ലുന്ന പോലെയാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ കൊല്ലുന്ന പോലെയാണ്. ഇത് സത്യത്തിൽ ഏതുപോലെയാണെന്നറിയോ പ്രിയമുള്ളവരെ? ഒരു ടൗണിൽ നല്ലൊരു ആക്സിഡന്റ് നടക്കുമ്പോ അവിടെ മരണപ്പെട്ടു പോയ ഡെഡ് ബോഡികൾ ഡോക്ടർ ഡെത്ത് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോ അവിടെ കൊണ്ടുവന്ന മോർച്ചറിയിൽ കൊണ്ടുവന്ന് തള്ളുക. ഈ ഡെഡ് ബോഡിയൊക്കെ മോർച്ചറി കൊണ്ടുവന്ന് തള്ളി. അങ്ങനെ അതിന്റെ സെക്യൂരിറ്റി അവിടെ നിൽക്കുമ്പോ ആ മോർച്ചറിയിൽ ഒരു ഡെഡ് ബോഡിയുടെ കാല് കിടന്ന് ഇങ്ങനെ അങ്ങനെ ഇയാൾ അതിന്റെ അടുത്ത് പോയി നിന്നപ്പോ ആ മയ്യത്തെ എണീറ്റ് ഇരുന്നിട്ട് പറയാം, ഞാൻ മരിച്ചിട്ടില്ല, എനിക്ക് ജീവനുണ്ട്, എന്നെ തെറ്റിദ്ധരിച്ചതിനുള്ളിൽ കൊണ്ടുവന്നിട്ടതാ, എന്നെ പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പൊ ആ സെക്യൂരിറ്റി പറയാൻ പറ്റൂല, ഡോക്ടർ നിനക്ക് ഡെത്ത് എന്ന് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്, നീ അവിടെ തന്നെ കിടന്നോ. പ്രിയമുള്ളവരെ, പച്ചയായ മനുഷ്യന്റെ നേരെ ശിർക്ക് ആരോപിച്ചപ്പോ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ നേരെ ആരോപിച്ചപ്പോ നമ്മൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദില്ല, പറ്റൂല, KNMന്റെ ലെറ്റർ പേഡിൽ സീൽ ഉപയോഗിച്ച് നിങ്ങൾ മുശ്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ തന്നെ കിടന്നോ. പ്രിയമുള്ളവരെ, ഈ ആരോപണം അങ്ങനെ ഉണ്ടാക്കി എന്നതല്ലാതെ നമ്മളിൽ ആരും അങ്ങനെ ഒരു വിശ്വാസം വന്നിട്ടില്ല. എന്നിട്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ദാവത്തിന് തടസ്സമുണ്ടായി. കാരണം ദാവത്തുകൾ എവിടെയും നടക്കാൻ പാടില്ല. ഇപ്പോ ഇൻസൈറ്റ് എന്ന് പറയുന്ന എക്സിബിഷൻ നടന്നപ്പോ എല്ലായിടത്തും കേസ് കൊടുത്തു. കാരണം എന്താ? അത് KNM രജിസ്റ്റേർഡ് ആണ്. അല്ല പ്രിയമുള്ളവരെ, അങ്ങനെയൊന്നില്ല. ഇനി അങ്ങനെ ആണെങ്കിലോ നിങ്ങൾ നോക്ക്, നടത്താൻ പാടില്ല. പരലോകം KNM രജിസ്റ്റേർഡ്, സ്വർഗം KNM രജിസ്റ്റേർഡ്. സ്വർഗം പറയല്ലേ, പരലോകം പറയല്ലേ, നരകം പറയല്ലേ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ ചില കുപ്രചരണങ്ങളിലൂടെ ശിർക്ക് ആരോപിച്ചാൽ, ആരോപണം നടത്തിയാൽ പറഞ്ഞവൻ ശിർക്കിലേക്ക് മടങ്ങും. ഇനി പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളൊക്കെ പഠിപ്പിച്ചത് എവിടേക്കാണ്? തൗഹീദിലേക്കാണ്. എന്നാൽ അവിടെ ബിദ്അത്തായ ആചാരം കൊണ്ടുവന്നാലോ അതിലൂടെ ശിർക്ക് കടന്നു വരും. ബിദ്അത്തുകളിലൂടെ ശിർക്ക് സംഗമിക്കുകയാണ്. ഇപ്പൊ സ്വലാത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞു.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വലാത്ത് അത് തൗഹീദിനുള്ളതാണ് എങ്കിൽ അവിടെ ബിദ്അത്തായി പുതിയ സ്വലാത്തുകൾ കൊണ്ടുവന്നിട്ടോ അത് ചൊല്ലണമെന്ന് സമൂഹത്തിന്റെ നേരെ നിർബന്ധങ്ങൾ ചെലുത്തിയപ്പോ അതിലൂടെ കടന്നു വന്നതും ശിർക്കാ. ബിദ്അത്തുകളിലൂടെ ശിർക്ക് വന്നു. എങ്ങനെ? റസൂൽ പഠിപ്പിച്ച സ്വലാത്തിൽ തൗഹീദ് ബിദ്അത്തായപ്പോഴോ എന്റെ കൈക്കൊന്ന് പിടിക്കണേ, കഥലാക്കത്ത് ഹീലത്തി എന്റെ സൂത്രമൊക്കെ ഇടുങ്ങിപ്പോയിരിക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്നെയൊന്ന് സ്വീകരിക്കണേ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിച്ചുപോയ പ്രവാചകനോട് അങ്ങ് ബദറിന്റെ രണഭൂമിയിലെ ത്യാഗം സഹിച്ചിട്ടുണ്ടെങ്കിൽ, ഉഹുദിന്റെ രണഭൂമിയിൽ പ്രവാചകൻ ഒരുപാട് നൊമ്പരങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോ ആമിറിന്റെ ചതിക്കുടിയിൽ വീണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലിന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇതെന്തിനാണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ പ്രവാചകനോട് ഇതാ ബിദ്അത്തായൊരു സ്വലാത്ത് കൊണ്ടുവന്നപ്പോ അതിലൂടെ ശിർക്കാണ് പഠിപ്പിക്കപ്പെട്ടത്. അങ്ങനെ ബിദ്അത്തായി കടന്നു വരുന്നതിലൂടെയാണ് ശിർക്ക് കടന്നു വരുന്നത്. അതേതും ഒരു വ്യവസായം ഉണ്ടാക്കാൻ വേണ്ടി, ദുനിയാവിലെ വരുമാനത്തിന് വേണ്ടിയിട്ടാണല്ലോ ബിദ്അത്ത് കൊണ്ടുവരാ. കാരണം എന്താ? അള്ളാഹുവിനോട് മാത്രം നമുക്ക് ചോദിക്കാൻ 5 നയാ പൈസയുടെ ആവശ്യമില്ല. ഉണ്ടോ? ഇല്ല. മുഹിയദ്ദീൻ ശൈഖിനോട് ചോദിക്കണമെങ്കിൽ മിനിമം 2 കിലോ അരിയും 1 കിലോ ഇറച്ചിയും 250 രൂപ കൈമടക്കും വേണം. വേണ്ടേ? അല്ലാഹുവോട് പ്രാർത്ഥിക്കാൻ 5 നയാ പൈസയുടെ ചെലവില്ല. അപ്പൊ ബിദ്അത്തുകൾ കൊണ്ടുവന്നത് വരുമാനത്തിന്. നിങ്ങൾ നോക്കിക്കോ, അൽ-ഫാത്തിഹ വിളിക്കപ്പെടുന്ന സദസ്സുകൾ നോക്കിക്കോ, ഒരു സുന്നത്ത് ഒഴിവാക്കി ബിദ്അത്ത് കൊണ്ടുവന്നു, അവിടെ ശിർക്കാണ് കടന്നു വരിക. എങ്ങനെ? സുന്നത്തായ കാര്യം ഇപ്പൊ നോക്ക്. നമ്മുടെ നാട്ടിൽ ഒരു പുതിയ ഷോപ്പ് തുടങ്ങുമ്പോ, ഒരു സഹോദരിയെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോ, ഒരാൾ ഗൾഫിലേക്ക് യാത്ര തിരിക്കുമ്പോ, ഒരു നിക്കാഹ് നടക്കുമ്പോ അവിടെ എല്ലാം ഉണ്ടാകും അൽ-ഫാത്തിഹ എന്ന് വിളിച്ചുകൊണ്ടൊരു ബിദ്അത്ത്. ആ ബിദ്അത്തിന്റെ പ്രത്യേകത എന്താ? അൽ-ഫാത്തിഹയിലെല്ലാം ഗാന്ധിത്തലയുണ്ട്. അൽ-ഫാത്തിഹയിലെല്ലാം ഗാന്ധിത്തലയുണ്ട്. അവിടെ സംഭവിക്കുന്ന എന്താ? ഒരു സുന്നത്ത് മറച്ചു വെച്ചുകൊണ്ടാണ് ഒരു ബിദ്അത്ത് കൊണ്ടുവരുന്നത്. അല്ലേ? ഒരു മയ്യത്ത് ആ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോ അൽ-ഫാത്തിഹ വിളിക്കാനാണോ? അവിടെ ഒരു സുന്നത്തുണ്ടല്ലോ. ആ മയ്യത്ത് കാണുമ്പോ, പ്രിയമുള്ളവരെ, മയ്യത്ത് കാണുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അബൂസലമ മരണപ്പെട്ടപ്പോ അബൂസലമയുടെ മയ്യത്തിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അത് കാണാൻ വേണ്ടി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അഫ്ലി അബീ സലമത, അല്ലാഹുവേ അബൂസലമക്ക് നീ പുറത്തു കൊടുക്കണേ, അബൂസലമക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പ്രവാചകൻ അവിടെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളെ, നമുക്കുള്ള മാതൃകയും അതാണ്. എന്നാലോ ഇന്ന് മയ്യത്തിന്റെ അടുക്ക പോകുമ്പോ ഈ സുന്നത്ത് ചെയ്യാൻ നമ്മുടെ സമൂഹത്തിന് കഴിയുന്നില്ല. മരിച്ചു ആ മയ്യത്ത് കണ്ട് തിരിച്ചു വന്നിരുന്നു കൊണ്ട് മുസ്ലിയാർ ഉച്ചത്തിലൂടെ പറയുന്നു അൽ-ഫാത്തിഹ. അതാ അവിടെ കൂടിയ ആളുകൾ മുഴുവനും അതിനോട് ജവാബോടുകൂടെ പ്രതികരിക്കുമ്പോ അവിടെ വെച്ചുകൊണ്ട് മുസ്ലിയാർ പ്രാർത്ഥിക്കുന്നു. ആരോടാണെന്നറിയോ? ഈ ഓതിയ ഫാത്തിഹ മുതൽ അങ്ങ് പാർസലായി അയച്ചു കൊടുത്തുകൊണ്ട് തുടങ്ങുകയാണ്, ഇലാ ഹദറത്തിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനും അവിടുത്തെ കുടുംബ യുദ്ധത്തിന്റെ മാർഗത്തിലുള്ള ആളുകൾക്ക് അയച്ചു കൊടുത്തുകൊണ്ട് പിന്നെ പറയുന്നു, വൈലാ ഹദറത്ത് ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ്, വൈലാ ഹദറത്ത് ശൈഖ് അവിടുന്ന് റിഫായി, നാഗൂരി, ഏർവാടി, അജ്മീരി, മുത്തുപ്പെട്ടി, അങ്ങനെ തുടങ്ങി കേരളത്തിന്റെ എല്ലാ മൂലയിലും. ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു തകരാറ് എന്താണെന്നറിയോ? നമ്മൾ സാധാരണ ഒരാളെ നമ്മുടെ വയലിൽ പണിയെടുക്കാൻ വേണ്ടി വിളിച്ചാൽ എന്താ കടമ? വയല് കളച്ചു തരിക എന്നുള്ളതാണ്. അങ്ങനല്ലേ? പക്ഷെ ഒരു മുസ്ലിയാര് ഇത് ചെയ്യാമെന്ന തെറ്റ്, ഇനി ചെയ്യാമെന്ന മുസ്ലിയാർക്ക് ഒരു മര്യാദ എന്താ? പറഞ്ഞ പണി ചെയ്തു കൊടുക്കാന്നല്ലേ?
ഇവിടെ വന്ന് ചെയ്യുന്ന മൂപ്പരൊരു ഫാത്തി ഓതിയിട്ട് ആദ്യം പറയും അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറൈനാഹു. ഓതിയതല്ല, ഓതിയത് പോലത്തെ നീ എത്തിച്ചു കൊടുക്കണം. അപ്പൊ ഓതിയത് എവിടെ? അത് ഉസ്താദിന്റെ പോക്കറ്റില്ലേ അല്ലേ? ഓതിയത് പോലത്തെ. എന്നിട്ട് അത് ഓഹരി വെക്കണം. ആർക്കൊക്കെ? ആദ്യം റസൂല്, പിന്നെ കുടുംബം, ഭാര്യമാര്, പിന്നെ അങ്ങനെ തുടങ്ങി ബദരീങ്ങൾ, ഉഹദീങ്ങൾ, ഹന്തക്കീങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടോ മുഹിയുദ്ദീൻ ഷേഖ് റിഫാഖ് നാഗൂർ, ഏർവാടി, അജ്മീർ, മുത്തുപ്പേട്ട് തുടങ്ങി കേരളത്തില് ഇനി കണ്ണബാണെങ്കിലും വേണ്ടില്ല അങ്ങനെ പുത്തുപ്പേട്ടി, പുത്തമ്പള്ളി, അയിലക്കാടി, കാളത്തോടി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെല്ലാം അയച്ചു കൊടുത്തിട്ട് പിന്നെയോ വല്ലിപ്പ വല്യമ്മമാര്, അമ്മാവന്മാര്, അമ്മായിമാര്, അങ്ങനെ തുടങ്ങിയിട്ട് എളാപ്പ മൂത്താപ്പമാര്, അങ്ങനെ ആരൊക്കെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും ഓതിയതല്ല, ഓതിയത് പോലത്തെ. അവസാനം പറയാ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആൾക്ക് പ്രത്യേകിച്ചും നീ എത്തിച്ചു കൊടുക്കണേ. അപ്പൊ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് അവസാനം കണ്ടു കൊടുക്കാം അല്ലേ? ഇങ്ങനെ ദുആ ചെയ്യുമ്പോ അതിലൂടെ പഠിപ്പിക്കപ്പെടുന്ന ശിർക്കുണ്ട്. മുഹിയുദ്ദീൻ ഷേഖിനോട് തേടുന്നവരുണ്ട്, മുഹമ്മദ് നബിയോട് തേടുന്നവരുണ്ട്. എന്ന സുന്നത്തിൽ ഇതുണ്ടാവില്ല, അല്ലാഹുമ്മ അഗ്ഫിർ, ആർക്കാണോ അല്ലെ അല്ലാഹുമ്മ അഗ്ഫിർ ലഹു എന്ന് പറയുക വഴി അള്ളാഹുവിനോട് പറയാ, ഒരു പ്രശ്നമില്ല. ഈ അവിടെ കച്ചവടമില്ല അല്ലേ? ഞാൻ പറയാം, ഒരാൾ വന്ന് മയ്യത്ത് കണ്ട് അവിടെ പ്രാർത്ഥിച്ചു ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ നമ്മൾ ആരെങ്കിലും ഇതാ വന്നവർക്കൊക്കെ പൈസ കൊടുക്കോ? ഇല്ലല്ലോ. നേരെ മറിച്ച് പുറത്ത് വന്നിരുന്ന ഒരു അൽഫാത്തിയെ വിളിച്ചിന് ഇപ്പൊ എങ്ങനെ വെറുതെ വിടാ? അപ്പൊ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. ഗൾഫിലേക്ക് യാത്ര പോകും, എന്താ മര്യാദ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയേക്കുമ്പോ ആ മനുഷ്യന് പ്രവാചകൻ അറിയാവുന്ന ഉപദേശം കൊടുക്കാറുണ്ടായിരുന്നു. ഒട്ടകത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചുകൊണ്ട് അല്പം പ്രവാചകൻ നയിക്കാറുണ്ടായിരുന്നു. ആ യാത്രയേക്കുമ്പോ പ്രവാചകന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരാൾ ഗൾഫിലേക്ക് ഇറങ്ങുമ്പോ ഈ പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാ ഒരാളെ പോലും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവിടെ വിളിക്കുന്ന അൽഫാത്തിഹ അതിലൂടെ നടക്കുന്നതും ശിർക്ക് തന്നെയാ. അല്ലാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥനകളല്ല. അങ്ങനെ ബിദ്അത്തായി വന്ന എല്ലാ വിഷയങ്ങളും നിക്കാഹ് കഴിഞ്ഞാലോ അല്ലേ? ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെയും അൽഫാത്തിഹ വിളിച്ച് ശിർക്ക് പഠിപ്പിക്കാൻ കാരണം വ്യവസായമുള്ളത് കൊണ്ടാണ്. എന്താണ് എന്റെ പ്രിയമുള്ളവരെ, ഇസ്ലാമിന്റെ ആചാരങ്ങൾ തൗഹീദ് അല്ലാതെ കാണൂല. ഇനി നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടിൽ ദിനാഘോഷങ്ങളുണ്ട്. പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തായ ആഘോഷങ്ങളാണ് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ആ രണ്ട് പെരുന്നാളിന്റെ പ്രത്യേകത എന്താ? തൗഹീദ് അല്ലാതല്ല. പെരുന്നാളിന്റെ തക്ബീർ ധ്വനി വാനിലൂടെ ഉയർന്നു പൊങ്ങുമ്പോഴും ലോക മുസ്ലിമീങ്ങൾ ഒരേ സ്വരത്തിലൂടെ പറയുന്നത് എന്താ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. അല്ലാഹു ഏകനാണെന്ന് പറയുന്ന തക്ബീറിന്റെ മന്ദധ്വനി വാനിലൂടെ ഉയർന്നു കേൾക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത പുതിയ പുതിയ ആഘോഷങ്ങൾ സമൂഹത്തിലൂടെ കടന്നു വന്നപ്പോ അതിലൂടെ പഠിപ്പിക്കപ്പെട്ടതും ശിർക്ക് തന്നെയല്ലേ? കഴിഞ്ഞതിന് മുമ്പത്തെ മാസം നമ്മുടെ നാടിലൂടെ ജീലാനി ദിനമെന്ന് പറയുന്ന ആഘോഷങ്ങൾ കടന്നു വന്നപ്പോ ആ ജീലാനി ദിനത്തിലൂടെ പ്രാർത്ഥന ആരോട്? പെരുന്നാളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. പുതിയ ദിനം വിദേഹത്തായി കടന്നു വന്നപ്പോഴോ ആദരവായ റസൂലുള്ളാഹിവേ, 14 മകനായവരെ, ബദാദിൽ മറപ്പെട്ടൊളിവേ, ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ കാത്തിടണേ. നോക്ക് പ്രിയമുള്ളവരെ, ഇസ്ലാം പഠിപ്പിച്ച ദിനത്തിൽ ഒരിക്കലും എവിടെയും ഒരു പ്രശ്നം നമ്മൾ കാണുന്നില്ല. പുതിയൊരാഘോഷം കൊണ്ടുവന്നപ്പോ, ബിദ്അത്ത് കടന്നു വന്നപ്പോ അതിലൂടെ ശിർക്ക് പഠിപ്പിക്കപ്പെടുകയാണ്. ഇതുപോലെ തന്നെ ഇനി ശിർക്ക് വരാവുന്ന ഒരു വഴിയാണ് മനുഷ്യന്റെ ഭൗതിക ലോകത്തെ നിരാശകൾക്കൊടുവിൽ അല്ലേ? ഭൗതികതയ്ക്ക് പിന്നാലെ മനുഷ്യൻ പായുമ്പോൾ ശിർക്ക് കടന്നു വരുന്നുണ്ട്. അതെങ്ങനെ നിങ്ങൾ നോക്ക്, ജനങ്ങൾ ഖബറിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാ ഖബർ ആരാധനയിലേക്ക് സമൂഹം പോയത്? ദുനിയാവിനോടുള്ള ഭ്രമം കൂടിയപ്പോഴാണ് അല്ലേ? വീട് പണി പെട്ടെന്ന് തീരണം, നല്ല സമ്പത്ത് കയ്യിൽ വരണം, കച്ചവടം പെട്ടെന്ന് അഭിവൃദ്ധിപ്പെടണം, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ വന്നപ്പോ ഖബർ ആരാധനയിലേക്ക് മനുഷ്യർ നീങ്ങി, മനുഷ്യ ദൈവങ്ങളിലേക്ക് മനുഷ്യർ നീങ്ങി. ആ അവസ്ഥകളിൽ മനുഷ്യൻ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോ ശിർക്ക് അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാലോ ഇസ്ലാം പഠിപ്പിച്ച പോലെ ഒരു ഖബർ സിയാറത്തിൽ നമ്മൾ നീങ്ങിക്കോ, ഒരിക്കലും ഒരു പ്രശ്നം സംഭവിക്കില്ലല്ലോ.
ഇസ്ലാം പഠിപ്പിച്ച പോലെ ഖബർ സിയാറത്ത് എന്തിനാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കാനാ, പരലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാക്കാനാ. അതിലെനിക്ക് ഏറ്റവും ശ്രദ്ധേയമെന്ന് തോന്നിയ ഒരു പോയിന്റ് ഏതെന്നറിയോ? ഫഇന്നഹാ തസ്ദദു ഫിദ്ദുനിയാ, ഭൗതിക ലോകത്തെ സംബന്ധിച്ച് വിരക്തി ഉണ്ടാക്കാനാ, ദുനിയാവ് വേണ്ട എന്ന ചിന്തയുണ്ടാക്കാനാ ഇസ്ലാം ഖബർ സിയാറത്ത് പഠിപ്പിച്ചതെങ്കിൽ, പ്രിയമുള്ളവരെ, ആ ഭൗതികതയ്ക്ക് പിന്നാലെ മനുഷ്യൻ അങ്ങ് പാഞ്ഞപ്പോ അവന്റെ ജീവിതങ്ങളിലൂടെ ശിർക്ക് വരികയാണ്. അവൻക്ക് ഉയർത്തിവെച്ച ഖബറിന്റെ മുന്നിൽ പോകാൻ തുടങ്ങുകയാണ്. അവിടെ പോയി ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി അവിടെ പോയി നിറവിളക്ക് കൊളുത്താനും ഖബറിന്റെ മുമ്പിൽ പോയി സുജൂദിൽ കിടക്കാറ്, അവിടെ പോയി മനുഷ്യന്റെ സങ്കടങ്ങൾ പറയാനും തുടങ്ങിയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളോടെ പഠിപ്പിച്ച അവിടത്തെ തൗഹീദിന് കളങ്കമുണ്ടായില്ലേ? ആ തൗഹീദിനെയാണ് തകർത്തെറിയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. നോക്ക് നിങ്ങൾ, വിവാഹം കഴിഞ്ഞ മക്കളില്ലാതെ വന്നാൽ എന്താ? നേരെ പാലക്കാട് പുത്തരിപ്പാടത്ത് വള്ളിയിൽ പോയി തൊട്ടിൽ കെട്ടിക്കൊടുക്കുന്ന ആളുകളുണ്ട്. എന്തിനാ തൊട്ടിൽ കെട്ടിക്കൊടുക്കുന്നത്? ആ തൊട്ടിൽ കെട്ടിക്കൊടുത്ത വിശ്വാസം ഞങ്ങൾക്കൊരു കുഞ്ഞ് കിട്ടുമെന്ന്. അതല്ലെങ്കിൽ ഇഷ്ടം പോലെ മക്കാമുകളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. എന്തിനാ? ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്ക് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ മക്കളില്ലാത്ത പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ പ്രവാചകന്മാരുടെ പാതയും എന്തായിരുന്നു? വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറഞ്ഞു, സക്കരിയ അലൈഹിസ്സലാമിനെ പറഞ്ഞു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, അല്ലാഹുവേ ഒരു സ്വാലിഹായ സന്താനത്തെ തരണേ. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ തയ്യിബ, ഒരു നല്ല സന്താനത്തെ തരണേ. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചു. ഇവിടെ ഒരു പോയിന്റ് ഞാൻ സാന്ദർഭികമായി ഉണർത്താം. ആൺകുട്ടീനെ തരണേ, പെൺകുട്ടീനെ തരണേ എന്നല്ല, സ്വാലിഹായ സന്താനത്തെ തരണേ എന്ന, സ്വാലിഹായ സന്താനത്തെ തരണേ എന്ന. അവിടെ ഫലസ്തീനിന്റെ മണ്ണിൽ പോയി പല പ്രവാചകന്മാരുടെ ഖബറുണ്ടെന്ന് ഇവർ പറയുന്നില്ലേ? അവിടെ പോയി ഏതെങ്കിലും ഒരു ഖബറിന്റെ അവിടെ പോയി പട്ടുമൂടാനോ തുലാഭാരം നടത്താനോ നിവേദ്യമർപ്പിക്കാനോ തയ്യാറാവാതെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച പ്രവാചകന്മാരുടെ ചര്യ നമ്മളത് പാടില്ല എന്ന് പറഞ്ഞാൽ നല്ല വലിയ കറാമത്തൊക്കെ കേൾക്കുന്ന സ്ഥലല്ലേ? പിന്നെ എന്തേ നമുക്കവിടെ പോയാൽ, എന്തേ നമുക്കത് ചെയ്താൽ എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ നേർക്കുനേരെ കറാമത്ത് കൊണ്ട് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ. ആരുടെ? വലിയത്തുല്ലാഹി മറിയം ബീവിയുടെ കറാമത്ത് കൊണ്ടൊരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്. ആര് പ്രാർത്ഥിച്ച സംഭവം? സക്കരിയ അലൈഹിസ്സലാം, മക്കളില്ലാതെ പ്രയാസപ്പെട്ട സക്കരിയ അലൈഹിസ്സലാം അവിടെ നിന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട്. വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തിന്റെ അവസ്ഥകൾ പറയുന്നുണ്ട്. 19-ാമത്തെയും സൂറത്ത് മറിയമിന്റെ തുടക്കത്തിലൂടെ കാണാം, കഫായ ഐൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയാ. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം വളരെ രഹസ്യമായി തന്റെ രക്ഷിതാവിനോട് തേടിയതായ രംഗമുണ്ടല്ലോ. വഹറൽ അൽമു മിന്നി വശഅല റഅസു ശൈബാ, എന്റെ മുടിയൊക്കെ നരച്ചുപോയി നാദാ, എല്ലാം ദുർബലമായി പോയി തമ്പുരാനേ. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലോ, എന്റെ ഭാര്യ പോലും വയോവന്നികയാണ് നാദാ. എന്നിട്ടും ആ പ്രവാചകൻ അല്ലാഹുവിനോട് പറയുന്നത്, വലമ്മകുൻ ബിദുആഇക റബ്ബി ശഖിയാ, എന്റെ റബ്ബേ നിന്നോട് തേടി എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായി പോയിട്ടില്ല അല്ലാ. നിന്നോട് തേടി എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായി പോയിട്ടില്ല റബ്ബേ. അല്ലാഹുവേ നിന്നോട് പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ ഭാഗ്യം കെട്ടു പോയിട്ടില്ല. ആ പ്രവാചകൻ മക്കളില്ലാതെ ഇത്രയും പ്രായം കടന്നുപോയ ആ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം കൺമുന്നിലൂടെ വ്യക്തമായ ഒരു കറാമത്ത് കാണാം. എപ്പോ അവിടെ നിന്ന് പള്ളിയിലേക്ക് കടന്നു വരുമ്പോ പള്ളിയുടെ മിഹ്റാബിൽ മറിയം ബീവി, വലിയത്തുല്ലാഹി മറിയം ബീവി അള്ളാഹു ഇറക്കിക്കൊടുത്ത പഴം ഭക്ഷിക്കുന്ന കാണാം. വ്യക്തമായ ഒരു കറാമത്താണല്ലോ ഇത്. കണ്ട സക്കരിയ അലൈഹിസ്സലാം, പ്രിയമുള്ളവരെ, ഉടയമേ
ഇതെന്റെ റബ്ബ് നൽകിയതാണെന്ന് മറിയം ബീവി മറുപടി കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുകൊണ്ട് പറയുന്നു, ആ സന്ദർഭത്തിൽ സക്കരിയ അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുണ്ടല്ലോ, ഹുനാലിക ദആ സക്കരിയ റബ്ബാ. അതേ സന്ദർഭത്തിലൂടെ സക്കരിയ അലൈഹിസ്സലാം തന്റെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ. അല്ലാഹുവേ, എനിക്ക് നല്ലൊരു സന്താനത്തെ തരണേ അല്ലാഹ്. സക്കരിയ അലൈഹിസ്സലാം കറാമത്ത് കാണുന്നു, കറാമത്ത് അംഗീകരിക്കുന്നു. ആരാണോ മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്തത്, ആ രക്ഷിതാവിനോട് തേടുകയാ, കറാമത്ത് കണ്ടവരോട് തേടാനല്ല. സക്കരിയ അലൈഹിസ്സലാം കറാമത്ത് കാണുന്നു, കറാമത്ത് അംഗീകരിക്കുന്നു. ആരാണോ മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്തത്, ആ രക്ഷിതാവിനോട് തേടുകയാൽ. പ്രിയമുള്ളവരെ, ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസങ്ങളുടെ പ്രത്യേകത അതാണ്. ഇസ്ലാമിൽ തൗഹീദ് നമുക്ക് അവിടെ കാണാൻ സാധ്യമാവുള്ളൂ. അപ്പൊ ഇങ്ങനെ ജീവിതത്തിൽ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഖബറാരാധനയിലൂടെ നീങ്ങുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നിലവിളക്ക് കൊളുത്തി വെക്കുന്ന ആളുകളുണ്ട്, അല്ലേ? എത്രത്തോളമെന്ന് പറയോ, വലിയൊരു അനുഭവം കൊണ്ട് പറയാം. ഈ സിയാറത്ത് ടൂറുകളൊക്കെ നടക്കുമ്പോ ഒരു ദിവസം റമദാൻ 27 രാവിലെ, നമ്മുടെയൊക്കെ ചെറുപ്പ കാലഘട്ടത്തിൽ ഈ സിയാറത്ത് ടൂറിന് ബസ്സിൽ പോകുമ്പോൾ നമ്മളൊക്കെ പൈസ കൊടുത്തിരുന്നത് വലിയ പുണ്യമുണ്ടെന്ന് കരുതി വരെ കൂടെ പോല. അപ്പോ പുത്തമ്പള്ളി ജാറത്തിലെത്തുമ്പോ സുബഹി ബാങ്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ അവിടുത്തെ മുസ്ലിയാർ എന്ത് ചെയ്തു, അവിടുത്തെ പള്ളിയിലെ മുഅദ്ദിൻ നേരെ ജാറത്തിന്റെ അവിടെ ചെന്നപ്പോ നിലവിളക്കുന്ന ഒരു കോരി വെളിച്ചെണ്ണ എടുത്ത് കുടിച്ചു. വിശുദ്ധ റമദാൻ 27 അന്ന് ഒരു ഡിസ്പോ വെളിച്ചെണ്ണ കോരി കുടിച്ചപ്പോ പിന്നെ എല്ലാവരും പറഞ്ഞു, റമദാനല്ലേ, അപ്പൊ അവിടെ പറഞ്ഞു കുഴപ്പമില്ല, ജാറത്തില് വെളിച്ചെണ്ണല്ലേ. അപ്പോ എന്റെ പ്രിയമുള്ളവരെ, അത്തപോലും സമൂഹത്തിൽ തെറ്റിദ്ധാരണകളുണ്ട്. ഇത് പലപ്പോഴും ഈ പുത്തമ്പള്ളി ജാറത്തിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പാമ്പ് കടിച്ചാൽ അവിടെ കൊണ്ടുവരും. അപ്പൊ അവിടെ നിന്ന് മരിച്ചാലും രക്ഷപ്പെട്ടു എന്ന് തന്നെ വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പൊ വെള്ളം ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ ട്രീറ്റ്മെന്റ്, കാരണം വല്ല നീർക്കൂലി ആയിരിക്കാം കടിച്ചത്, വിഷയേറ്റിട്ടില്ല, അതുകൊണ്ടാണ് വെള്ളം ഇറങ്ങുന്നത്. അപ്പൊ അവിടുത്തെ ട്രീറ്റ്മെന്റ് സുഖമായി. അതല്ല വല്ല മൂർഖൻ മുതൽ കടിച്ചതാണെങ്കിൽ ഉറപ്പാണ് അവിടെ കിടത്തി എന്തായാലും മരിക്കുക. അപ്പൊ മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ പറയാ, മരിച്ചാലും കുഴപ്പമില്ല, പുത്തമ്പള്ളിയിലെ വെള്ളം കുടിച്ചിട്ടല്ലേ മരിച്ചതെന്നാ, അല്ലേ? അപ്പൊ ആ രീതികളിലൂടെ സമൂഹത്തിൽ ആ വിശ്വാസം ജനിപ്പിച്ചതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ ശിർക്ക് കടന്നു വരുന്നത് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൗതികമായി ദുനിയാവിലെ സമ്പത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പറഞ്ഞു. അപ്പൊ സമ്പത്തിന് വേണ്ടി വിദഗ്ധകൾ കടന്നു വരുമ്പോ, അതുപോലെ തന്നെ ശിർക്കാരോപണങ്ങളിലൂടെ, അതുപോലെ തന്നെ ലോകമാന്യത സംഭവിക്കുന്നതിലൂടെ, ഈ രീതികളിലൂടെയെല്ലാം ശിർക്ക് സമൂഹത്തിനിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ശിർക്കിലൂടെ വ്യക്തമായ ഒരു കടിഞ്ഞാണിടാൻ, അതിനു നേരെ ജാഗ്രതയോടുകൂടെ ജീവിക്കാൻ, അതിനുവേണ്ടി പ്രബോധനം ചെയ്യാൻ, അതിനുവേണ്ടി രംഗത്തിറങ്ങാൻ. കാരണം വിശുദ്ധ ഖുർആനിൽ ഞാൻ ആമുഖമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച സൂറത്തു ആഫറിന്റെ 60-ാമത്തെ ആയത്ത് മുതൽ അതിനുള്ള സ്ഥാനം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. കാരണം എന്താണ്? പ്രാർത്ഥന എന്ന് പറയുന്നത് ആരാധനയാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇമാം തുർമുദി 2969 നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്ന നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പ്രാർത്ഥന ആരാധനയാണെന്ന് പറയുന്ന ഹദീസിന് തെളിവുദ്ധരിച്ചത് സൂറത്തു ആഫറിലെ 60-ാമത്തെ വചനമാണ്. അല്ലാഹു പറയുന്ന പ്രാർത്ഥന ആരാധനയാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്ന വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. വഖാല റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവിതാ പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് തേടിക്കോ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, നമ്മോടുള്ള ആരാധനയിൽ ആര് അഹങ്കാരം കാണിക്കുന്നുവോ, ഏത് ആരാധന, പ്രാർത്ഥന എന്ന ആരാധനയിലോട്, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവൻ വളരെ നിന്ദ്യനായിക്കൊണ്ട് അവൻ നരകത്തിലേക്ക് പോകുമെന്ന് വിശുദ്ധ ഖുർആൻ. പ്രിയമുള്ളവരെ, അല്ലാഹു അല്ലാത്തവരോട് ആരാധന നടത്തിക്കഴിഞ്ഞാൽ, ശിർക്കെങ്ങാനും ജീവിതത്തിലൂടെ കടന്നു വന്ന അവന്റെ പരലോകം തന്നെ നഷ്ടമാണെന്ന് വ്യക്തമായി പഠിപ്പിക്കുമ്പോ, എന്തിനേറെ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന ഘട്ടമുണ്ടല്ലോ. വിശുദ്ധ ഖുർആനിൽ 37 അവിടുന്ന് സൂറത്തു ആഫിറിന്റെ 7-ാം അധ്യായം, സൂറത്തു ആറാഫിന്റെ 37-ാമത്തെ
വചനത്തിലൂടെ ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കുന്ന രംഗം പോലും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ല. ഹത്താ ഇദാ ജാഅത്ഹും റസൂലുനാ യതവഫൗനഹും ഖാലൂ അയ്ന മാ കുൻതും തദഊന മിൻ ദൂനില്ലാഹ് ഖാലൂ വല്ലൂ അന്നാ വശഹിദൂ അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. നമ്മുടെ ദൂതന്മാർ അവരുടെ റൂഹ് പിടിക്കാനായി കടന്നു ചെല്ലുമ്പോ കാലു അവര് ചോദിക്കുന്നു ഐനമാ കുൻതും തദഊന മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ നിങ്ങൾ ദുആ ചെയ്തിരുന്ന ആളുകളൊക്കെ എവിടെ പോയടോ? അല്ലാഹു അല്ലാതെ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നവരൊക്കെ എവിടെ പോയടോ? ഈ സന്ദർഭത്തിലോ ആ മനുഷ്യരുടെ മറുപടി എന്താണെന്നറിയോ? കാലോ വല്ലോ അന്നാ, കാലോ വല്ലോ അന്നാ, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി, അവരൊക്കെ ഞങ്ങളെ വിട്ടുപോയി എന്ന് വിലപിക്കേണ്ടി വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിച്ചു നോക്കോ. ആ മരിക്കുന്ന നേരത്തെ പോലും അല്ലാഹുവിന്റെ മലക്കുകൾ ചോദ്യം ചെയ്യുമെന്നുണ്ടെങ്കിലോ ആ രംഗത്ത് പോലും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകളില്ലേ? ഈ രംഗത്തിൽ പോലും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീകളാൽ തുണറബ്ബനാ. മരിക്കുന്ന നേരത്തെ ബദരീകളാൽ ഞങ്ങളെ കാക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. അതുപോലെ മുഹിയുദ്ദീൻ ശൈഖിനോട് ചോദിക്കുന്നവരില്ലേ? മുത്തേ മുത്തള്ളിവേ മുഹിയുദ്ദീൻ മൂപ്പര മുഹിയുദ്ദീൻ കാവലിയിലേകയ പൂവേ പൂമലരേ മലക്കുൽ മൗത്ത് അസ്റായീൽ റൂഹ് വാങ്ങുന്നാളിൽ മുത്തേ മുത്തള്ളിവേ മുഹിയുദ്ദീൻ ചക്കര മുഹിയുദ്ദീൻ കാവലിയിലേകയ പൂവേ പൂമലരേ. റൂഹ് പിടിക്കുന്ന നേരത്തെ മുഹിയുദ്ദീൻ ശൈഖിനെ കാവൽ ചോദിക്കുന്നവരാ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാ. എന്താ? റൂഹ് പിടിക്കുന്ന നേരത്തെ മലക്കുകൾ ചോദിക്കും മൈനമാക്കും തോന്നില്ല, അല്ലാഹു അല്ല നിങ്ങൾ ദുആ ചെയ്തിരുന്ന ആളുകളൊക്കെ എവിടെ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ ചോദിക്കുമെന്നാ. എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിച്ചൊക്കെ എന്താ ഇവിടെയൊക്കെ ശിർക്ക് കടന്നു വന്ന എങ്ങനെയാ ഉണ്ടായത്? ഔലിയാക്കളോട് ബഹുമാനം മൂത്തപ്പോ, അമ്പിയാക്കളോടുള്ള ബഹുമാനം മൂത്തപ്പോ ആദരവ് മൂത്ത് ആരാധനയിലേക്ക് കടന്നു വന്നതാണ്. ഇവിടെയെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദരവ് മൂത്ത് ആരാധനയിലേക്ക് കടന്നു വന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, റൂഹ് പിടിക്കുന്ന സന്ദർഭത്തിൽ പോലും മലക്കുകൾ ചോദിക്കും. അവരുടെ പരലോകം തന്നെ നഷ്ടമാണ് എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു അല്ലാത്തവരോട് ആരാധന കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് മാഇദയുടെ 72-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വിഷയം എന്താ? അല്ലാഹു അല്ലാത്തവരോട് പങ്കുചേർത്തവരുണ്ടെങ്കിലോ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നാ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നാ, അവർക്ക് അല്ലാഹു തആല സ്വർഗം തന്നെ ഹറാമാക്കിയിട്ടുണ്ട്. സ്വർഗം ഹറാമെന്ന് നേർക്കുനേരെ ഉപയോഗിച്ചൊരു പദമുണ്ടെങ്കിൽ അത് ഈ ഒരു ശിർക്കിനെ സംഭവിച്ചാണ്. മാത്രമല്ല അവരുടെ സങ്കേതം കത്തിയാളുന്ന നരകം തന്നെയാ, കത്തിയാളുന്ന നരകം തന്നെയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, ആ പരലോകം തന്നെ പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് ആ ജഹന്നമിലേക്ക് പ്രവേശിക്കാതിരിക്കണോ? തൗഹീദിനെ കൃത്യമായി മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചോ? എന്റെ പ്രിയമുള്ളവരെ, സമൂഹത്തിലൂടെ ശിർക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെല്ലാം രീതികളിലൂടെ അതിനെ ചെറുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? ഏതെല്ലാം രീതികളിലൂടെ അതിനെ പ്രതിരോധിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? എന്നാ നമ്മൾ അറിയാത്ത രീതികളിലൂടെ വീണ്ടും ആ ശിർക്കിനെ വ്യാപിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഒരു കാലഘട്ടങ്ങളിലൂടെ മാനമൗലികകൾ ധാരാളമായി കടന്നു വന്നപ്പോ അതിനെതിരെ ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ ഇറങ്ങിയപ്പോ അത് വേണ്ട എന്ന ചിന്ത സമൂഹത്തിലൂടെ കടന്നു വന്നപ്പോ അതാ ശിർക്കില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ പുരോഹിതന്മാർ പുതിയ രീതിയിലൂടെ ബുർദയായതിനെ കൊണ്ടുവരികയാണ്. ഇനിയും പുതിയ പുതിയ രൂപങ്ങൾ ഇതിന്റെ മേലിലൂടെ കടന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് വിശ്രമിക്കാൻ സമയമില്ല. ഇനിയും പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങേണ്ടിയിരിക്കുകയാണ്. വിശ്രമിക്കണ്ട എന്റെ പ്രിയമുള്ളവരോ. ഇന്ന് നമ്മളെ മുശ്രിക്കെന്ന് പറഞ്ഞുകൊണ്ട് ശിർക്ക് ആരോപിക്കുന്ന ആളുകള് ജിന്നിന്റെ വളയത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ അവിടെ കിടന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ
1400 സംവത്സരങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹിരീന അലൽ ഹഖ്, എന്റെ ഉമ്മത്തിൽ നിന്ന് സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സമൂഹം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോ ആ ഒരു വിഭാഗമായി മാറാ ഇതുപോലെ ദഅവത്തിനെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളോട് അറിയോ നിങ്ങൾക്ക് കോട്ടയം ജില്ലയുടെ ചങ്ങനാശ്ശേരിയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീലമ്പടനാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വവിന്റെ പരിഷത്തിന്റെ ആളുകള് അല്ലാഹുവിന്റെ പ്രവാചകനെ ചവിട്ടിയറച്ചപ്പോ അതിനെതിരെ പ്രവാചകൻ മാനവരിൽ മഹോന്നതനാണെന്ന ടൈറ്റിലോട് അതിന് നമ്മൾ ഒരു മറുപടി കൊടുത്തപ്പോ അതിനെതിരെ കേസ് കൊടുത്തില്ലോ. ഇൻസൈറ്റ് എന്ന് പറയുന്ന എക്സിബിഷൻ നടത്തിയപ്പോ തങ്ങളുടെ പണത്തിന്റെ പ്രതാപത്തിന്റെ കൊഴുപ്പ് കൊണ്ട് കോടതികളിലൂടെ പോലീസ് സ്റ്റേഷനുകളിലൂടെ കയറ്റിയിറക്കിയപ്പോ എന്റെ പ്രിയമുള്ളവരെ ആ പരിപാടി ഉണ്ടല്ലോ അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് ഒരു സ്വാമിയടക്കം 5 പേർ ഇസ്ലാമിനെ സ്വീകരിച്ചെങ്കിൽ അതിനെതിരല്ലേ ഈ പ്രബോധനങ്ങളിലൂടെ തടസ്സം നിൽക്കാമെന്നതോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ ആരോപണങ്ങൾ പറയുകയുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോ തൽക്കാലം ഞങ്ങളൊന്നും ഇറങ്ങുന്നില്ല, തൽക്കാലം ഞങ്ങൾ ഇങ്ങനെ പോകട്ടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അരുത് സഹോദരങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പളുങ്ക് പോലെ തൗഹീദിന്റെ ആദർശം നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചു തരുമ്പോ എന്തിനാണെന്നറിയോ? അതിന് ജനങ്ങൾക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കാനായിരുന്നുവെങ്കിലോ അതിനുവേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചു പോയ, ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു പോയ പൂർവികരില്ലേ? പ്രായാധിക്യത്തിന്റെ മൂർധന്യാവസ്ഥ കടന്നു വരുമ്പോഴോ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി പൊരുതിയവരുണ്ട് എങ്കിലോ അറിയോ നിങ്ങൾക്ക് ബദറിന്റെ രണഭൂമിയിലോട് യുദ്ധത്തിലോട് ആദ്യമായി ഷഹീദായ മഹാനായ ഉബൈദ, കയ്യറ്റുപോയ കാരറ്റുപോയ ഉബൈദത്തില്ലേ? അവിടുന്ന് യുവാവായ ശത്രുവിനോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കണങ്കാലിനെ വിട്ടുകൊണ്ട് താഴെ വീഴുകയാണ്. നിലത്ത് കിടക്കുന്ന ഉബൈദത്തിന്റെ നേരെ വീണ്ടും ശത്രുവാളുകൊണ്ട് ആഞ്ഞുവെട്ടുന്ന രംഗങ്ങളോട് അത് തടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പോലും മുറിഞ്ഞുകൊണ്ട് രക്തം ചീറിയൊലിച്ചുവെങ്കിലോ തളർന്നു കിടക്കുന്ന ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബാക്കൾ താങ്ങിയെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമീപത്ത് കൊണ്ടുവന്ന് കിടത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടോ അവിടുന്ന് ഉബൈദ റളിയല്ലാഹു അൻഹു അവിടുന്ന് പ്രവാചകനോട് പറഞ്ഞില്ല നബിയേ, ബദർ യുദ്ധ കളം വിട്ടോ പിരിന്തോ ഞാനേ, ബദർ ശുഹദാക്കളിൽ ഞാനും പെടുമോ തേനേ, വിതുമ്പിക്കൊണ്ടുറൈഫാഹ അന പൊന്മാനേ, ബദർ ശുഹദാക്കളിൽ നീ പെടുമോ തേനേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ കിടന്നുകൊണ്ടോ അവിടുന്ന് ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നു നബിയേ, എന്റെ കാൽ വീണുപോയി, കൈ വീണുപോയി റസൂലേ, ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ മരിച്ച അങ്ങ് ബദർ ശുഹദാക്കളിൽ പെടുമോ നബിയേ എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ഉബൈദ, നീ എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദാണെന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ എന്തിനാ സ്വഹാബാക്കൾ അവരുടെ കാല് കൊടുക്കാൻ തയ്യാറായത്, കൈ കൊടുക്കാൻ തയ്യാറായത്? അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലോ എങ്ങനെ ഫതഹിന്റെ മലഞ്ചെരുവിലെ മഹാനായ ബിലാൽ ഇബ്നു റവാഹ, അതുപോലെ തന്നെ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, ഉഹദിന്റെ രണഭൂമിയിലെ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ദഅവത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിലോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന് മക്കയുടെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുമ്പോ അങ്ങ് മദീനയിൽ പ്രവാചകൻ യസ്രിബിന്റെ മണ്ണിലേക്ക് കടന്നു ചെല്ലുമ്പോ അവിടെയുള്ള കുട്ടികൾ പോലും പ്രവാചകന് അല്ലാഹുവിന്റെ പ്രവാചകനെ കവിത ചൊല്ലി സ്വീകരിച്ചെങ്കിലോ ആ സ്വീകരണത്തിന്റെ പിന്നിൽ ശബ്ദവും വേദിയും സമ്പത്തും അല്ലാഹ്
മാർഗത്തിലൂടെ ചെലവഴിച്ച കരുത്തരായ സ്വഹാബിയുണ്ട്. ആരാണെന്നറിയോ? മുസ്അബ് ഇബ്നു ഉമൈർ. എല്ലാം അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തില്ലോ. ആ ശബ്ദം പോലും അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ആ സ്വഹാബത്തിന്റെ ആ മാതൃകയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിൽ പ്രബോധനം ചെയ്തവരാ. പ്രവാചകൻ മദീനയിലേക്ക് വരുന്നതിന് മുമ്പ് യസ്രിബിനെ മദീനയാക്കാൻ അല്ലാഹുവിന്റെ ഹക്കിന്റെ മാർഗത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധന മാർഗത്തിൽ ആർത്തിരുമ്പുന്ന തിരമാലകളെ പോലെ കോഴിക്കോടിന്റെ കടപ്പുറത്തെ സാഗരങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് കൂടിയപ്പോ, അതുപോലെ അൽഹംദുലില്ലാഹ് ആര് ശിർക്ക് ആരോപിച്ച് നടന്നാലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധനത്തിന് വേണ്ടി മഹാനായ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ, ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയുടെ, അതുപോലെ ബിലാൽ ഇബ്നു റവാഹയുടെ തുടങ്ങിയ പ്രഗൽഭരായ സ്വഹാബത്തിന്റെ ത്യാഗങ്ങൾ മനസ്സിൽ ആവാഹിച്ചെടുത്തുകൊണ്ട് ആദർശത്തിന് വേണ്ടി ഞാൻ ഇറങ്ങുമെന്ന് പൂർണ്ണമായ നിയ്യത്തോടുകൂടെ അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങാൻ എന്റെ പ്രിയമുള്ളവരെ തയ്യാറെടുക്കുക. ഇതിനെതിരെ നമ്മൾ മൗനം പാലിച്ചാൽ ഇത് പറയാൻ വേറെ ആരും ഉണ്ടാവില്ല. താജ്മടയും കൊക്കക്കോളയും മൈലമ്മയും കുയിലമ്മയും ചെങ്കറയും മുത്തങ്ങയും അടങ്ങുന്ന സമരപ്പന്തലുകളിലേക്ക് ആൾ ക്ഷണിക്കാൻ ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ പ്രദേശങ്ങളിലെ ആളുകളോട്, മുത്തങ്ങയിലെ ആളുകളോട്, അതുപോലെ താജ്മടയിലെ ആളുകളോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന കൃത്യമായ ബോധ്യത്തോടുകൂടെ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മാർഗത്തിൽ ഇറങ്ങുക, പ്രവർത്തിക്കുക, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നേറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. നാഥാ, കത്തിയാളുന്ന നരകത്തിന്റെ വിറകുകളാക്കി ഞങ്ങളെ നീ മാറ്റുന്ന തമ്പുരാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി എന്നെ കൂടെ ഉൾപ്പെടുത്തണേ എന്ന ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.